എൻട്രി ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടിപ്പ് ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 ടെൻസ്. നമുക്കറിയാം, ഗ്രാമർ പഠിക്കാതെ തന്നെ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ടെൻസ് ഇംഗ്ലീഷിൽ ഇല്ലായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഒറിജിൻ സമയത്ത്. പിന്നീട് വില്ല്, ഷാള് എന്നീ 2 സഹായക്രിയയുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷിലേക്ക് ആഡ് ചെയ്ത ഒരു ടെൻസാണ് ഫ്യൂച്ചർ ടെൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഇല്ലെങ്കിലും ഇംഗ്ലീഷ് ഈസിയായി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫ്യൂച്ചർ ടെൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഫ്യൂച്ചർ ആക്ഷൻസ് കാണിക്കുന്നതെന്ന്. അവൻ അടുത്ത മാസം വരും എന്ന് പറയുന്നതിന് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നത് ഹീ വിൽ കം നെക്സ്റ്റ് മന്ത് എന്നാണ്. ജോൺ വിൽ കം നെക്സ്റ്റ് മന്ത്. ഇത് ഫ്യൂച്ചർ ടെൻസാണ്, കാരണം വില്ലും ഷാളും ഉപയോഗിക്കുമ്പോൾ ഫ്യൂച്ചർ ടെൻസാണ്. നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഇതേ സാധനം തന്നെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ, ഹീ ഈസ് കമ്മിങ് നെക്സ്റ്റ് മന്ത്, ജോൺ ഈസ് കമ്മിങ് നെക്സ്റ്റ് മന്ത്. സിനിമ പോസ്റ്ററിലൊക്കെ കമ്മിങ് സൂൺ എന്ന് കാണാറില്ലേ? അതിൻ്റെ അർത്ഥം ആ സിനിമ ഇപ്പോൾ ആ തിയേറ്ററിൽ ഓടുക എന്നല്ല, മറിച്ച് ദിസ് ഫിലിം ഈസ് കമ്മിങ് സൂൺ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഈസ്, ആം, ആറ്, ING ഉപയോഗിച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോൺ വിൽ കം നെക്സ്റ്റ് മന്ത്, ജോൺ അടുത്ത മാസം വരുമെന്ന് പറഞ്ഞാലും, ജോൺ ഈസ് കമ്മിങ് നെക്സ്റ്റ് മന്ത്, ജോൺ അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ആക്ഷനുകളെ നമുക്ക് എന്തിൽ കാണിക്കാം? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ കാണിക്കാം. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. എന്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ആക്ഷനെ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. സിമ്പിളാണ്. നൗ, അറ്റ് പ്രസൻറ്റ് എന്നീ വാക്കുകൾ ചേർത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹീ ഈസ് ഡ്രൈവിങ് എ കാർ നൗ, ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് നൗ, ഹീ ഈസ് ടീച്ചിങ് നൗ. അങ്ങനെ ദേ ആർ ടീച്ചിങ് നൗ, ദേ ആർ ലേണിംഗ് നൗ എന്നൊക്കെ പറയുമ്പോൾ നൗ അറ്റ് പ്രസൻറ്റ്, ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ആക്ഷൻ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെങ്ങനെ പറയും? ഇറ്റ് ഈസ് റെയിനിങ് നൗ, ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ആ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈസ്, ആം, ആർ പ്ലസ് ING. ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ നൗ, ഹീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് നൗ, യു ആർ ലിസണിങ് നൗ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ഒരു ടെൻസാണ്, വളരെ രസകരമായ ഇംഗ്ലീഷിലെ ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് ഓർ ഗോയിങ് ഓൺ ഇൻ ദ പ്രസൻറ്റ് ആൻഡ് മേ കണ്ടിന്യൂ സം മോർ ടൈം ഇൻ ദ ഫ്യൂച്ചർ. പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്ത് ഫ്യൂച്ചറിൽ അവസാനിക്കുന്ന ആക്ഷനുകളെ കാണിക്കാൻ വേണ്ടിയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പലരും ഇത് തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ടെൻസാണ്. നിങ്ങൾക്കിനി തെറ്റില്ല. കാരണം ഞാൻ 4 വർഷമായിട്ട്, അല്ലെങ്കിൽ ഞാൻ 2002 മുതൽ ഈ ഓഫീസിൽ വർക്ക് ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം 2002 തുടങ്ങിയതാണ്, ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ഫ്യൂച്ചറിൽ ഒരു ഡെഫിനിറ്റ് ടൈം വരെ നിങ്ങൾ വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ വർക്ക് സ്ഥിരമായി ചെയ്തു വരുന്നു, ഞാൻ രാവിലെ സ്ഥിരമായിട്ട് ഓടാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ഇനിയും കണ്ടിന്യൂ ചെയ്യാം എന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ING ആണ്. ഒരിക്കൽ കൂടി ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൻസ് 2002. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിൻസ് 2002 എന്ന് പറഞ്ഞാൽ 2002 മുതൽ പഠിച്ചു തുടങ്ങിയതാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാണ്, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആണ്, ഇനിയും വർക്ക് ചെയ്യാം. ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 4 o'clock. 4 മണി മുതൽ കുട്ടി ഉറങ്ങുകയാണ്, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫ്യൂച്ചറിൽ ഒരു ഡെഫിനിറ്റ് ടൈം വരെ ഉറങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്നു. അവസാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഫ്യൂച്ചർ ടെൻസാണ്. ടെൻസിൻ്റെ പേര് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. പലരും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെൻസ്. നമ്മളതിൻ്റെ യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തെറ്റത്തില്ല. അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ
എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വിൽ ബി ING. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ I will be writing an examination. By this time next year I will be writing an examination. നാളെ ഇതേ സമയത്ത് ഞാൻ ദുബായിലോട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽ ബി ING. ബൈ ദിസ് ടൈം ടുമാറോ I will be flying to ദുബായ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചത് 4 ടിപ്പാണ്. ഒന്ന്, ഫ്യൂച്ചർ ടെൻസ് ഇല്ലെങ്കിലും നമുക്ക് ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഈസ് ആം ആർ ING ഉപയോഗിക്കാം. ഹീ ഈസ് കമ്മിങ് നെക്സ്റ്റ് മന്ത്. നിങ്ങൾ ഇനി തെറ്റാതെ ഉപയോഗിക്കൂ. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ അവർ വില്ലും, നമ്മുടെ കൂട്ട് വില്ലും ഷാളും ഒന്നും ഒരുപോലെ ഉപയോഗിക്കാറില്ല. അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈസ് ആം ആർ ING ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഗ്രാമർ മിസ്റ്റേക്ക് വരാറില്ല. ഹീ ഈസ് കമ്മിങ് നെക്സ്റ്റ് മന്ത്, ഹീ ഈസ് ഗോയിങ് ടു പറയാറില്ലയോ? പിന്നെ നടക്കാൻ പോകുന്ന കാര്യം ഹീ ഈസ് ഗോയിങ് ടു ദുബായ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസേജ് ഉണ്ട്. എന്താണ് യൂസേജ്? അതായത് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ഹീ ഈസ് സ്പീക്കിംഗ് നൗ, ഹീ ഈസ് ഡ്രൈവിംഗ് എ കാർ നൗ, യു ആർ ലിസണിങ് ടു മീ നൗ, ഐ എം റൈറ്റിംഗ് എ ലെറ്റർ നൗ എന്നൊക്കെ ഉപയോഗിക്കുന്നു. ഈസ് ആം ആർ ING. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? ഹസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ING. ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ബിഗൺ ഇൻ ദ പാസ്റ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ പ്രസൻറ്റ് ആൻഡ് മേ കണ്ടിന്യൂ സം മോർ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ദ ചൈൽഡ് ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 4 o'clock. അവസാനമായിട്ട് പറഞ്ഞത് ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. നാളെ ഇതേ സമയത്ത് അല്ലെങ്കിൽ അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കണ്ടിന്യൂസ് ആക്ഷൻ. വിൽ ബി ING. ബൈ ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ഫ്ലൈയിങ് ടു ദുബായ്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാമിനേഷൻ. ഐ വിൽ ബി വർക്കിംഗ് ദെയർ. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതിലൊന്ന് ആദ്യത്തെ ഒരു അവയർനെസ് ആണ്. രണ്ടാമത്തത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് ആണ്. 3 ടെൻസാണ്. ടെൻസിൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിലും ഈ പ്രയോഗം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എൻട്രി ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിലൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രയോജനപ്പെട്ട ക്ലാസ്സുകളാണ്. നല്ല കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതിനോടൊപ്പം ഇത് ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. എല്ലാ ആഴ്ചയിലും എൻ്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എൻ്റെ മാത്രമല്ല ഓരോരുത്തരുടെയും ക്ലാസ് കൃത്യമായ ഇടവേളകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.